എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിലൂടെ ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കാനുണ്ട്, ആരൊക്കെയോ നമ്മളിലാൽ ജീവിക്കപ്പെടേണ്ടതുണ്ട്. അതിനായി നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഭംഗിയായി ഉപയോഗിക്കാൻ നമ്മെ ഇന്ന് നയിച്ച സർവേശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് നല്ലൊരു കവിതയാണ്. ഖലീൽ ജിബ്രാന്റെ ഫിയർ എന്ന കവിത. ഒരു പക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏത് അർത്ഥത്തിലാണ് ഉൾക്കൊണ്ടത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ആ കവിത കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. ഓക്കെ, ശ്രീരാജ് പറഞ്ഞു കഴിഞ്ഞു ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ആദ്യം ഇതൊരു കവിതയായി മാത്രം കേട്ടാൽ മതി. അതിനുശേഷം നമുക്ക് അതിന്റെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഖലീൽ ജിബ്രാന്റെ മുഴുവൻ ഞാൻ വരികൾ വായിക്കുന്നില്ല. പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് സ്വീകരിക്കാം. ബിഫോർ എൻറ്ററിങ് ദ സീ ദ റിവർ ട്രംപിൾസ് വിത്ത് ഫിയർ എന്ന് പറയുന്നത് ആദ്യത്തെ വരികൾ. അതായത് ഒരു കടലിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആ പുഴ വല്ലാതെ ഒന്ന് ഭയപ്പെട്ടിരിക്കും. എന്തിനാണ്? അവിടെ എത്തിയപ്പോ തൊട്ടടുത്ത് ആ കടലിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോ വല്ലാത്തൊരു ഭയം ആ പുഴയ്ക്ക് തോന്നിയത്. പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? കൂർത്ത മുനകളുള്ള മലകളിൽ നിന്ന്, ഒരുപാട് കാടുകളിലൂടെ, ഒരുപാട് നാട്ടുകാർ താമസിക്കുന്ന വില്ലേജുകളിലൂടെ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒഴുകി ഞാനിപ്പോ വന്നു നിൽക്കുന്നത് ഈ ഒരുപാട് വിസ്തൃതിയോടെ കിടക്കുന്ന ഈ കടലിന്റെ മുന്നിലാണ്. എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല, അത് തീർച്ചയാണ്. കാരണം അത് സാധിക്കില്ല എന്ന് തന്നെയാണ് സത്യം. വീണ്ടും പുഴയൊന്ന് തിരിഞ്ഞു നോക്കി. ഐ കനോട്ട് ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പുഴ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഈ പുഴ ഈ ഒരു കടലിനോട് ചേരുമ്പോൾ പുഴ എന്ന ഞാൻ ഇവിടെ ഇല്ലാതാവുകയാണ് എന്നതാണത്രേ പുഴയുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പുഴ എന്ന വാക്കിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഞാൻ ഇവിടെ ഒഴുകി മറഞ്ഞു പോവുകയാണ് എന്നാണ് പുഴ ചിന്തിക്കുന്നത്. എന്നാൽ മുന്നോട്ട് നീങ്ങും തോറും പുഴയ്ക്ക് നീങ്ങാതെ പറ്റില്ല എന്ന് സത്യം മനസ്സിലാക്കിയപ്പോൾ പുഴ പതുക്കെ പതുക്കെ കടലിനോട് ചേരുകയാണ്. കടലിനോട് ചേർന്ന് തുടങ്ങിയപ്പോ പുഴയുടെ ചുണ്ടിൽ ഓക്കെ ഓക്കെ ശരി ഓക്കെ പുഴയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ പുഴ പതുക്കെ പതുക്കെ ഈ കടലിനോട് ചേർന്ന് അങ്ങ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഇവിടെയാണ് പുഴ പറയുന്ന മറ്റൊരു വാക്ക് പ്രസിദ്ധമാവുന്നത്. ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് കടലിനോട് ചേരുമ്പോൾ ഞാൻ ഇല്ലാതാവുകയാണ് എന്നാണ്. പക്ഷേ കടലിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഇല്ലാതാവുകയാണ് അല്ല, പകരം ഞാൻ മറ്റൊന്നായി തീരുകയാണ്. എന്താണ് ഈ മറ്റൊന്ന് എന്നൊന്ന് പറയാമോ? ഞാൻ എന്താണ് ആയിത്തീരുന്നത് ഇപ്പോ? ഒന്ന് പറയാമോ? ഇപ്പൊ ശ്രീരാജും സുലൈഹാബിക പറഞ്ഞതുപോലെ ഞാനിപ്പോ കടലായിട്ടാണ് മാറുന്നത്. ഈ കടലായി മാറിയപ്പോ എന്റെ ഉള്ളിലുള്ള ഭയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയല്ലേ? നോക്കൂ, ഖലീൽ ജിബ്രാൻ എത്ര ഭംഗിയായിട്ടാണ് പുഴയുടെ ഭയത്തെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. ഒരു പക്ഷെ ഇതെങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു പക്ഷെ അതുവരെ ഒരു മകനായിരുന്ന ഒരു വ്യക്തി പുതിയൊരു ബന്ധത്തിൽ, ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകൻ എന്നതിനുപരി ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന ഒരു കടലിലേക്ക് മാറി തുടങ്ങുകയാണ്. ഒരു പക്ഷെ അല്ലെങ്കിൽ ഒരു ഭാര്യയായ ഒരു മകൾ മാറിക്കഴിയുമ്പോൾ, മാറാൻ തുടങ്ങുമ്പോൾ ഉള്ളിലുള്ള ഭയം എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാം കടന്നു വന്നു എന്ന് ഓർത്തതിന് ശേഷം ഇനി ഞാൻ എടുത്ത തീരുമാനം, കാരണം ഒരു ഭാര്യ ആവുക അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആവുക എന്നത് ഞാൻ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് ഞാൻ കയറുമ്പോൾ ചെറിയൊരു ഭയം, എവിടെയോ എന്തൊക്കെയോ ആശങ്കകൾ. പക്ഷെ അത് ഞാനായി മാറുമ്പോൾ, ഇവിടെ ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ആ ഭയം എന്നിൽ നിന്ന് പോവുകയുള്ളൂ. അതിലേക്ക്, ആ കടലിലേക്ക് ഞാൻ പൂർണ്ണമായും എന്നെ കടത്തിവിടുകയാണ്. ഇനി മറ്റൊരു തീരുമാനം, ഒരു ജോലിയാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങി കഴിയുന്നുവെങ്കിൽ ഒരു ഭയവും ആകുലതകളും തീർച്ചയാണ്. എനിക്കിത് സാധിക്കുമോ എന്നുള്ളൊരു ഭയം, ഇത് കടന്നു പോകുമ്പോൾ ഞാൻ എന്തെല്ലാം നേരിടണം എന്നുള്ളൊരു ഭയം. എന്നാൽ ഇവിടെ പുഴയെ പോലെ ഞാൻ ആ ഭയത്തെ മാറ്റി നിർത്തി ഞാൻ അതായി മാറുകയാണ്.
എന്റെ ലക്ഷ്യത്തിലേക്ക് ആയി തീരുകയാണ്. അതെ, ഒരിക്കലും തിരിച്ചു വരാത്ത സാഗരമായി ഞാൻ അതിലേക്ക് ഒഴുകി ഒഴുകി നിറയുകയാണ്. ഞാൻ കടലായി മാറുകയാണ്. എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട്. എനിക്കിത് സാധിക്കും. കാരണം ഞാൻ ഇവിടെ കടലായി മാറുകയാണ്. അത്രയും ആഴങ്ങളുടെ ഭംഗിയുള്ള ഈ കടലായി മാറുമ്പോൾ ആ ആഴങ്ങളിലുള്ള എല്ലാ അത്ഭുതങ്ങളെയും ഏറ്റുവാങ്ങാൻ പൂർണ്ണമായും ശക്തി സംഭരിച്ചുകൊണ്ട് അതിലേക്ക് അലിഞ്ഞില്ലാതാകുമ്പോൾ മാത്രമേ നമുക്കതായി തീരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ കടൽ തീരത്ത് അപ്പോഴും ഭയത്തോടു കൂടി നാം നിൽക്കേണ്ടി വരും. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിന്റെ പേരെടുത്തെന്ന് ചോദിച്ചാൽ, ഗാമൺ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. സ്റ്റേ സ്ട്രോങ് ആൻഡ് നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുഴയ്ക്ക് മുന്നോട്ട് നീങ്ങിയേ പറ്റൂ. ഒരു പക്ഷെ കടലായി മാറുമ്പോൾ അവിടെ ശക്തി ആർജിക്കേണ്ടതുണ്ട്. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുന്നോട്ട് മാത്രം അത് മനസ്സിൽ ഉറപ്പിക്കുക. എന്തിനാണോ ഞാൻ തീരുമാനിച്ചിറങ്ങിയത് അത് മുന്നോട്ട് മാത്രം ചിന്തിച്ചിറങ്ങുക. ഒരു പക്ഷെ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച, എനിക്ക് പാലക്കാട് നിന്നും പഴമ്പാലക്കോട് എന്ന സ്കൂളിലായിരുന്നു മീറ്റിംഗ്. ഇപ്പൊ വീട്ടിലുള്ള എന്റെ ഒരു കുടുംബത്തിലെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് യാത്രയായി ഞായറാഴ്ച. അവിടെ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ തങ്ങി രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തിരിച്ച, തീർച്ചയായിട്ടും ഒരു 9:30 ആകുമ്പോഴേക്കും അവിടെ എത്താം എന്ന ധാരണയിലാണ് ഞാൻ അവിടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 6:15 അവിടെ ഇറങ്ങി ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്നു. അപ്പൊ KSRTC ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ വായിച്ചെടുക്കുമ്പോഴേക്കും ബസ് അങ്ങ് പോയി. ഇത് ആ വഴിക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കാൻ നോക്കുന്നത്. അവസാനം സമയം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9:30 അവിടെ എത്തണം. എന്റെ മനസ്സിലുള്ള ആശങ്കകൾ എന്താണ്? ഒരു പുഴയെ പോലെ ഞാൻ ഭയപ്പെടുകയാണ്. വരുന്നത് അവിടെ നേരം വഴുകിയോ എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. അവിടെ കൃത്യമായ സമയത്ത് എത്തുക എന്നതല്ല ഞാനിപ്പോ ചിന്തിച്ചത്. ഈശ്വര, 9:30 എത്താൻ കഴിയുമോ? ഉടനെ എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പൊ പുഴയെ പോലെ ഇനി ആ ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് എനിക്ക് ഇനി കടലായി മാറുകയേ സാധ്യമുള്ളൂ. അവിടെയുള്ള പ്രതിബന്ധങ്ങളൊന്നും എന്നെ തടയാൻ പാടില്ല. പെട്ടെന്നാണ് ഒരു പട്ടാമ്പി ബസ് വന്നത്. നോക്കുമ്പോൾ അതങ്ങനെ പതുക്കെ 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 പുലാമന്തോൾ പാലം വരെ എത്തി. എന്നിട്ട് എന്നോട് പറയാണ്, ഇവിടം വരെ ഈ ബസ് പോവുള്ളൂ, ഇനി പാലം നടന്നു പോയി അപ്പുറത്തുനിന്ന് ബസ് പിടിച്ചു പോണം. സമയം അപ്പോൾ 7 മണി, 6:30 ആയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, 6:30 അല്ലേ ആയിട്ടുള്ളൂ? ഈ സമയമുണ്ട്. ഞാൻ ആ പാലത്തിൽ, കാരണം പാലത്തിൽ പണി നടക്കുകയാണ്, പാലത്തിലൂടെ പതുക്കെ നടന്ന് നടന്ന് അപ്പുറത്തേക്ക് എത്തിയപ്പോ ബസ് കയറി. ഇത് എപ്പോ പോകും ചേട്ടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 7:20. ഈശ്വര, 7:20 പോയാൽ ഞാൻ എങ്ങനെ 9:30 അവിടെ എത്തും? കാരണം പട്ടാമ്പിയിൽ ചെന്ന് വീണ്ടും 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഒരു 1.25 മണിക്കൂർ യാത്ര ഗൂഗിൾ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഒരു കൊപ്പം ബസ് അവിടെ നിൽക്കുന്നുണ്ട്, അതാണ് സ്റ്റാർട്ടേജ്. ഞാൻ അതിൽ കയറാൻ നോക്കിയപ്പം ഈ പട്ടാമ്പി ബസ്സിലെ ഡ്രൈവർ എന്നോട് പറഞ്ഞത്, അതിൽ പോയാലും നിങ്ങൾക്ക് മാറി പട്ടാമ്പി ബസ് കയറണ്ടേ, അപ്പൊ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും, അപ്പൊ അവിടെ ഇതിൽ പോവല്ലേ നല്ലത്. അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് ആയിരുന്നു ആവശ്യം, എന്റേതല്ല അദ്ദേഹത്തിന്റെ ആവശ്യം. ഞാൻ അതും കേട്ടുകൊണ്ട് പട്ടാമ്പി ബസ് തന്നെ കയറിയിരുന്നു. അപ്പോഴും ചോദിച്ചു 9:30 അവിടെ എത്തണം, കാരണം ഞങ്ങൾക്ക് വേണ്ടി സ്കൂൾ അറേഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് എത്തുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. അത് എത്തിയേ പറ്റൂ. ആ ഒരു ചിന്തയിലല്ല പലപ്പോഴും ഞാനപ്പോ നിന്നിരുന്നത്. എത്തുമോ എന്നുള്ള ഭയമാണ്. അപ്പോഴാണ് വെറുതെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തപ്പോ ഇത് ഖലീൽ ജിബ്രാന്റെ ഫിയർ എന്ന ഈ പോയം എന്റെ കണ്ണിൽപ്പെട്ടത്. കുറേ സമയം അത് വായിച്ചിരുന്നു. എന്തായാലും ഈ ഒരു പരിപാടിക്ക്, ആ കടൽ എന്ന ആ സാഗരത്തിലേക്ക് എനിക്ക് അതൊരു തീരുമാനമാണ്. ഞാൻ എടുത്ത തീരുമാനമാണ്. അതന്ന് അന്നേ ദിവസം നടത്തുക എന്നുള്ളത്. അതിലേക്ക് നടന്നെടുത്തേ പറ്റൂ. ബസ് അങ്ങനെ പതുക്കെ പതുക്കെ പോയി. ഞാൻ ആ സമയത്ത്, എന്നെ അവിടുന്ന് പിക്കപ്പ് ചെയ്യാൻ ഒരു വാഹനമുണ്ട്. അവരെന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ 8 മണിയാവും കേട്ടോ. അവരത് കേട്ട് ഞെട്ടി. 8 മണിക്ക് ഇവിടെ പോയാൽ നമ്മൾ 9:30 എത്തൂ. ഞാൻ പറഞ്ഞു, ഗൂഗിള് പറയുന്നത് 1 മണിക്കൂർ മതിയെന്നാണ്. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞു, എന്നാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 8 മണിക്ക്, ഏകദേശം ഒരു 8:10 ആകുമ്പോഴാണ് പട്ടാമ്പി എത്തിയത്. അവിടുന്ന് വീണ്ടും അടുത്ത ഗുരുവായൂർ ബസ് കയറി കൂട്ടുപാത എന്ന സ്ഥലത്തേക്ക് ഇറങ്ങി. അവിടെയാണ് വാഹനം കാത്തു കിടക്കുന്നത്. വീണ്ടും ഗുരുവായൂർ ബസ് കയറി അവിടെ ചെന്നിറങ്ങിയപ്പോൾ സമയം 8:15 കഴിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇനി നമുക്ക് ഏത് വഴിക്ക് പോകാം? ഞാൻ പറഞ്ഞു, ഗൂഗിൾ പറഞ്ഞ വഴിക്ക് പോകാം. കാരണം ഗൂഗിൾ പറയുന്നു ഇനി ഏകദേശം 45 മിനിറ്റ് മതി. അപ്പം ഈ വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് ഈ റൂട്ട് അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ശരി, എന്തായാലും കൃത്യസമയത്ത് എത്തേണ്ടതല്ലേ, നമുക്ക് ആ വഴി തന്നെ വെച്ച് പിടിക്കാം. എനിക്ക് ആ വഴി അറിയില്ല കേട്ടോ.
ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം. ഗൂഗിളിനെ വിശ്വസിച്ചു. കാരണം മുന്നോട്ട് നീങ്ങിയേ പറ്റൂ. അവിടെ ധൈര്യത്തോടു കൂടി ഒരിക്കലും വിട്ടുകൊടുക്കില്ല, എനിക്ക് അവിടെ എത്തണം എന്ന തീരുമാനത്തിൽ മാത്രം ഉറച്ചുകൊണ്ട് ഗൂഗിൾ അമ്മച്ചിയെയും സമാധാനത്തോടു കൂടി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. എന്തൊക്കെയായാലും അവിടേക്ക് കൃത്യസമയത്ത് 9:29 ഞാൻ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് എനിക്ക് ഖലീൽ ജിബ്രാനോട് പറയാൻ വാക്കുകൾ ഏറെയാണ്. അദ്ദേഹത്തെ മനസ്സിൽ നമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു കവിത എഴുതാൻ കാരണമായത് ഞാൻ കൂടി വായിക്കണം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു വായനക്കാരി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇത് എഴുതിയല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോ അവിടുത്തെ എച്ച് എന്നോട് പറഞ്ഞു 10 മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങാൻ കേട്ടോ. അപ്പോഴും ഞാൻ അന്തം വിട്ടു, എത്ര മുൻകൂട്ടി ഞാൻ അവിടെ എത്തി. നാം ഇപ്പോ പലപ്പോഴും ഇങ്ങനെയാണ്, പ്രതിബന്ധങ്ങൾ വരുമ്പോഴേക്കും ഭയത്തോടു കൂടി അതിനെ നോക്കി നിൽക്കും. നടക്കുമോ എന്ന സംശയത്തിൽ അവിടെയാണ് ഭയത്തോടു കൂടി ആ തീരത്ത് അങ്ങനെ നിൽക്കും. ഒരിക്കലും അതിലേക്ക് ഇഴുകിച്ചേരാൻ, എന്റെ ലക്ഷ്യത്തിലേക്ക് ഇഴുകിച്ചേരാൻ ആവശ്യമായ ചിന്തകളിലേക്ക് പലപ്പോഴും നാം പോകാറില്ല. പക്ഷെ അതിലേക്ക് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ലോകം തന്നെ വഴി ഒരുക്കും എന്ന് പറഞ്ഞത് അനുഭവ സാക്ഷ്യമാണ്. 9:30 എത്താൻ പറഞ്ഞതാണ് എച്ച് എം, പക്ഷെ അവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞു 10 മണിക്ക് തുടങ്ങാം. പക്ഷെ ആ സമയത്ത് ആ സ്കൂൾ മുഴുവൻ ചുറ്റിക്കണ്ട് അവിടുത്തെ കൂട്ടുപുരയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് മീറ്റിങ്ങിലേക്ക് പതുക്കെ കടന്നത്. അപ്പോഴേക്കും എന്റെ മനസ്സിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. നോക്കൂ, ഒരു പക്ഷെ ഭയത്തോട് കൂടിയിട്ടാണ് ഞാനത് നോക്കിക്കണ്ടതെങ്കിൽ 9:30 അവിടെ എത്തിയാലും എനിക്ക് മനസ്സിൽ ഒരിക്കലും ഒരു സമാധാനം തോന്നില്ല. കാരണം ഭയം എന്ന വികാരം എന്നിനുള്ളിൽ ആവശ്യമില്ലാത്ത ഹോർമോണുകൾ ഉത്പാദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതെന്റെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷെ ഉദ്ദേശിച്ച കാര്യം വ്യക്തമായി സംവദിക്കാൻ എനിക്ക് അവിടെ കഴിയാതെ പോകും. ഇദ്ദേഹത്തിന്റെ ഈ കവിത ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഗൂഗിളിൽ തുറന്നു നോക്കി നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഇതൊന്നൊരു പേപ്പറിൽ ഒട്ടിച്ച് മുൻപിൽ നിങ്ങൾ കാണുന്ന തരത്തിൽ ചുമരിലോ പേഴ്സിലോ മടക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ അന്ന് പേഴ്സിൽ എഴുതി വെച്ച കവിതയാണിത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് അടൂർ എന്ന സ്ഥലത്ത് ഒരു വനിതാ ഹോസ്റ്റലിലാണ്. ഇന്ന് ഇവിടുത്തെ ഒരു സ്കൂൾ, ഇവിടുത്തെ ഏകദേശം വിജയരിയിൽ ചൂരക്കോട് എന്ന സ്കൂളിലാണ് മീറ്റിംഗ്. പക്ഷെ ഇപ്രാവശ്യം നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഖലീൽ ജിബ്രാന്റെ ഈ ഒരു കവിത എന്റെ മനസ്സിൽ കാണാപ്പാടമായിരുന്നു. കാരണം ആ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ചോയ്സ് എന്റേതായിരുന്നു. അപ്പൊ അവിടെ ഭയത്തോട് കൂടിയിട്ടല്ല, മുന്നിൽ വഴികൾ തെളിയും എന്ന സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. കാരണം നാം ഉറപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നന്മയുള്ളതാകുമ്പോൾ ഈ യൂണിവേഴ്സ് നമുക്കൊപ്പം ഉണ്ടാവും. ഒരിക്കലും ഭയത്തോടു കൂടി നോക്കിക്കാണാതെ അത് ആ കടലായി മാറാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഗാമൺ, സ്റ്റേ സ്ട്രോങ്, നെവർ ഗിവ് അപ്പ്. നാം ഒരു ലക്ഷ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. ഞാനൊരു വ്യക്തി എന്ന മകൻ എന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിലേക്ക് മാറാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം മുന്നോട്ട് നീങ്ങാൻ എനിക്ക് സാധിക്കും. അവിടെ വരുന്ന പ്രതിബന്ധങ്ങൾ ചിലപ്പോൾ കശപിശയൊക്കെ ഉണ്ടാവുന്നേ, എന്നാലും ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതി ഞാനൊരു ജോലിയിലേക്ക് എടുത്തു വെച്ച മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ആ കടലിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങുക. കാരണം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നാം ധൈര്യപ്പെടുമ്പോൾ അവിടെയുള്ള മുത്തുകളും ചിപ്പികളും നമുക്ക് സമ്മാനങ്ങൾ നൽകും. എപ്പോഴും NLP പറയുന്ന ഒരു കാര്യമുണ്ട്, നീലക്കടലിനെ സ്നേഹിക്കുക എന്ന്. കാരണം അതിന്റെ ആഴങ്ങളിൽ ഭംഗിയേറിയ കാഴ്ചകളുണ്ട്, ഒരുപാട് മുത്തുകളും ചിപ്പികളും ഉണ്ട്. അത്തരം മുത്തുകളും ചിപ്പികളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ, ആഴങ്ങളിലേക്ക് ഊളിയിടാൻ, ആ കടലായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. Thank you, ma'am. Welcome. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. മാം, ഹലോ. Good morning. സുലേഹ മാം, എന്നത്തെയും പോലെ മാം, എന്നത്തെയും പോലെ എല്ലാ ക്ലാസ്സുകളിലെയും പോലെ ഇത് ഒരുപാട് ക്ലാസ് വളരെ നല്ലതായിരുന്നു. എങ്കിലും ഇത് ഒരുപാട് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത് ആഞ്ഞിറങ്ങി.
നമ്മൾ അന്ന് മുതലുള്ളതേ ഞാൻ ചിന്തിക്കുന്നു ഒരുപാട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് ചിന്തിച്ച് ഞാൻ ഒരുപാട് അങ്ങ് പോയി. ആ മഹാസാഗരത്തിനോട് പുഴയോടെയൊക്കെ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ഭൂമിക്കുമ്പോഴേ ഒരു ധൈര്യം നമുക്കുണ്ടാകും. ഒന്നും ഒരു നഷ്ടമല്ല എന്നുള്ളൊരു തോന്നുന്നു. താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. Thank you Thank so you. much. Shailen. Thank you, Hello. Shaina ma'am. Nasira ma'am. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് Good മോർണിംഗ് morning. മോർണിംഗ് പ്രവീണ മാം. മാമിന്റെ ക്ലാസ് എപ്പോൾ ഉണ്ടെങ്കിലും ഒരു എനർജിയാണ്. ആ പുഞ്ചിരിച്ച മുഖവും പിന്നെ സ്വന്തം അനുഭവത്തിൽ കൂടി പറയുന്ന ഓരോ കാര്യങ്ങളാകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കവിതയാകുമ്പോൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ആ കവിത കഥയിൽ കൂടി പറഞ്ഞു വന്നപ്പോൾ അങ്ങ് ആഴത്തിൽ ചെന്നിറങ്ങി നല്ലോണം മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉൾക്കൊണ്ട് ചെയ്താൽ അത് നടക്കും എന്നുള്ളത് തീർച്ചയാണ്. ഭയത്തോട് കൂടി കാണുമ്പോൾ നമുക്ക് ആദ്യം എന്താവും എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ഈ ടോപ്പിക്ക് നല്ലൊരു മനസ്സിൽ ഉൾക്കൊണ്ട് താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. Welcome, Nasira. Thank you. Thank you, Nasira ma'am. Then Divya Dinoj. Divya Dinoj Hello. ma'am. ഹലോ. കേൾക്കാം. കേൾക്കാം. മാം. മാം, എല്ലാ വട്ടത്തെയും പോലെ ഈ വട്ടവും നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാം എല്ലാ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്നത്തെയും പോലെ തന്നെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Welcome, Divya. Thank you. Thank you, Divya ma'am. Vincent ma'am. ഹലോ, ഗുഡ് മോർണിംഗ് Good morning. പ്രവീണ. ഒരുപാട് ക്ലാസ് എനിക്ക് മിസ്സായി, ഓരോ തിരക്കിലായിരുന്നു. അപ്പം ഇന്നും പ്രവീണ മാമിന്റെ ഉജ്ജ്വലമായ ക്ലാസ് ഇന്നത്തെ ഹോൾ ഡേ നമുക്ക് നല്ല എനർജി തരും. അപ്പോ ഞാൻ മാം ഇത് പറഞ്ഞപ്പോ എൻ്റെ ഒരു ഗുരു പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം എന്നോട് എനിക്ക് വിളിച്ചു നിർത്തി പറഞ്ഞു തന്ന അന്ന് എന്താ സാർ ഇത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഞാനും എന്തെങ്കിലും ചെയ്യാൻ മടിച്ചു നിന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ സാറ് പറഞ്ഞത്, നീ ചിന്തിച്ചു നിൽക്കാതെ രംഗത്ത് ചെല്ലൂ, പിന്നെ അല്ലെങ്കിൽ എന്തിനീ വേഷമെടുത്തു എന്നൊരു ഡയലോഗ് സാറ് പറഞ്ഞത് ഇപ്പോഴും ഞാനിപ്പോ 10-25 വർഷമായി, പക്ഷെ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ മാമിന്റെ ഈ കവിതയും നല്ലൊരു എന്താ പറയാ, ജീവിതത്തില് നമ്മള് പകച്ചു നിൽക്കുന്ന സമയങ്ങളില് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും സന്തോഷം ഇന്നത്തെ ദിവസം കൂടെ ചേരാൻ കഴിഞ്ഞത്. താങ്ക് യു. Welcome. Thank you. Thank you, Vincent ma'am. Divya ma'am. Divya ma'am. ഹലോ, മാജിക് മോർണിംഗ്. Good morning. പ്രവീണ മാം, അമേസിംഗ് സെഷൻ ആയിരുന്നു. ഒരു വെറൈറ്റി ടോപ്പിക് എടുത്ത് മുന്നോട്ട് വന്നു. വെറൈറ്റി സെഷൻ ആയിരുന്നു. നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് മനുഷ്യന്റെ വിവിധ വികാരങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്ന് വളരെ വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിച്ചു. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. Welcome. Thank you. Thank you, Divya ma'am. Rasak sir. താങ്ക് യു പ്രവീണ മാം. പ്രവീണ മാമിന്റെ ക്ലാസ് പൊതുവെ അപ്പൾക്കപ്പൾ ഉണ്ടാകുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. എന്തായാലും നല്ലൊരു കഥയാണ് പറഞ്ഞത് കേട്ടോ. നമ്മളൊരു ജീവിതത്തിൽ ബാധിക്കുന്ന കഥ. എല്ലാ പുഴയും കടലിലേക്കാണ്, പക്ഷെ എല്ലാ വെള്ളവും കടലിലേക്കല്ല. ഓക്കെ, പുഴകളൊക്കെ കടലിലേക്കാണ് പോകുന്നത്, പക്ഷെ വെള്ളങ്ങൾ എല്ലാം കടലിലേക്ക് പോകാറില്ല. വെള്ളം പൊതുവെ പാറക്കെട്ടുകൾ കണ്ട് ഭയന്ന് മറ്റു പറമ്പുകളിലേക്ക് ഒഴുകി പോകുമ്പോൾ അതിനൊരിക്കലും കടലിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പാറക്കെട്ടുകളെയും ഇല്ലിക്കൂട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ചിപ്പികളും മുത്തുകളും പെറുക്കാൻ പറ്റൂ നമുക്കും എല്ലാവർക്കും. അത് നല്ലൊരു അടിപൊളി സെക്ഷനായിരുന്നു. നമ്മളെ മനസ്സിൽ തട്ടുന്ന സെക്ഷൻ തന്നെയാണ്. ഞാനും നിങ്ങളും എല്ലാവരും പലപ്പോഴും മടിച്ച് പാറക്കെട്ടുകളെ പേടിച്ച് മറ്റു പറമ്പുകളിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. താങ്ക് യു മാം. Thank you, Rasak sir. Okay, ഇനി ആർക്കെങ്കിലും
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പം പ്രവീണ മാം പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? പ്രവീണ മാം, എന്താ പറയാൻ വാക്കുകളില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പ്രവീണ മാമിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. കാരണം ദാ വന്ന് ദേ പോയി എന്ന് പറയണ പോലെ ഉള്ള കാര്യം കുറച്ചാണെങ്കിലും അത് നമ്മളെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ മാത്രം രീതിയിലാണ് മാമിന്റെ ആ പ്രസന്റേഷൻ. അതും നമ്മൾ അനുഭവത്തിലൂടെ ആകുമ്പോ എന്താ അറിയോ, അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മളൊരു കഥ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലത് നമ്മൾ അനുഭവത്തിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മളെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലും. നല്ല അടിപൊളി ഒരു സെക്ഷൻ ആയിരുന്നു മാം പറഞ്ഞത്. എന്തായാലും മാമിന് ഒരുപാട് എന്താ പറയാ ആശംസകൾ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു, ലവ് സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശ്രീരാജ് പറയുന്നുണ്ട് ഞാനൊരു കടലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽപ്പാണ്, അപ്പം എനിക്കിത് ഒരുപാട് കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്രീരാജ് ഇത് പറഞ്ഞത് കൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് എഴുതി വെക്കുക. കാരണം പുഴ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് ഡിസപ്പിയർ ഇൻ ടു ദ ഓഷ്യൻ, ഇറ്റ് ഈസ് ബിക്കമിങ് ദ ഓഷ്യൻ. അവിടെയാണ് പ്രധാനം. ഞാൻ ഓഷ്യനിലേക്ക് അലിഞ്ഞു ചേരുകയല്ല, ഞാൻ ആ കടലായി മാറുകയാണ് എന്ന് ചിന്തിച്ചാൽ എവിടെ നിൽക്കോ ശിലകളിലൂടെ ഒരു ധൈര്യം കയറി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ആകെ ഒന്ന് തരിച്ചു ഇപ്പൊ അത് പറഞ്ഞപ്പോ. ഞാൻ ആ കടലായി മാറുന്നു. ഒരു കുളിര് ശരീരത്തിലൂടെ ഒക്കെ ഒന്ന് പോയത് പോലെ ആ കടലായി മാറാൻ നാം തയ്യാറാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാൻ മതി. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു ശ്രീജാസ്. ഒരു അനുഭവം ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാന് ഇപ്പോഴൊന്നല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഒരു 33-34 വർഷമുണ്ടോ മാരേജ് കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഇതുപോലെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് വരണമെങ്കിൽ ചെറിയ തോടൊക്കെ ഉണ്ടെങ്കിൽ അവര് ചെറിയൊരു മുട്ടിയിടും. ഒരു തെങ്ങും മുട്ടി പോലത്തെ ഒരു മുട്ടിയിട്ട് കൊടുക്കും. ആ മുട്ടിയുമ്പോ കൂടെ വേണം നടന്നു പോവാൻ. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ട്. അപ്പം അവരുടെ മകളുടെ കല്യാണമാണ്. അപ്പൊ തലേ ദിവസം നമ്മളവിടെ ചെല്ലണമല്ലോ. എല്ലാവരും ആ മുട്ടിയിൽ കൂടെ നിഷ്പ്രയാസം അങ്ങോട്ട് കേറിപ്പോയി. എല്ലാവരും നടന്നുപോയി. പക്ഷെ എനിക്ക് മുട്ടി കൂടെ കയറാൻ പേടി. ഞാൻ ഇങ്ങനെ നിന്നിട്ട് വിറയ്ക്കുക, എങ്ങനെയാണ് ഇതിന്റെ മേലെ കൂടെ അങ്ങോട്ട് കേറുക. സത്യം പറയാലോ, പേടി പോലെ തന്നെ. ഞാൻ കേറി കുറച്ചെണ്ണത്തി ഞാൻ താഴത്തേക്ക് വീണ്, വെള്ളത്തില് മുങ്ങി പൊന്തിയിട്ടാണ് ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് ചെന്നത്. കാരണം എന്താ അറിയോ, നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ഭയം സത്യമാണത്. അതുപോലെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ചമ്രവട്ടം എന്നിട്ട്. ആ അമ്പലത്തിൽ അയ്യപ്പനെ കാണാൻ പോണെങ്കിലും ഇതുപോലെ തോണിയിൽ വേണം നമ്മൾ പോവാൻ. അപ്പൊ ഇതുപോലെ തന്നെ തോണിയിൽ ചെന്ന് എല്ലാരും തോണിയിലേക്ക് കയറിയ സമയത്ത് എനിക്ക് എന്റെ കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റണില്ല. എനിക്ക് പൊങ്ങണില്ല കാലിന്റെ മേലേക്ക്. അപ്പോഴും ഞാൻ നിന്ന് വിറയ്ക്കുകയാണ്. എല്ലാവരും നിഷ്പ്രയാസം കയറി, എനിക്ക് കയറാൻ പറ്റുന്നില്ല. സത്യം പോലെ ആ പേടിച്ചതുപോലെ ആ തോണിയിലെ വെള്ളത്തിൽ ഞാൻ വീണ്. 3-4 അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ നമ്മൾ ഈ ഒരു ബി മാജിക്കിൽ വന്നതിന് ശേഷം ഈ ഒരു പോസിറ്റീവ് ക്ലാസ്സുകളും ഇതൊക്കെ കേട്ടതിന് ശേഷം എവിടെ നിന്നോ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഇപ്പൊ എന്ത് കണ്ടാലും ഭയച്ച് നിൽക്കാറൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യം കൂട്ടി പേടിയോ ഒന്നും മനസ്സിൽ കൊടുക്കാതെ അങ്ങോട്ട് കയറും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ട. അതിന് ഞാൻ ബി മാജിക്കിനോട് നന്ദി പറയുകയാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്നും ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട് ബി മാജിക്കിനെ. ഓക്കെ, താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലായി എന്നൊന്നും ഇതിൽ പറയില്ല. നിങ്ങൾ കുട്ടി അടച്ചിട്ട് നിൽക്കണം എല്ലാരും. ചെറിയ കുട്ടിയാണെന്നുള്ള ആ തെറ്റ്. 35 കൊല്ലായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? നിങ്ങളുടെ എന്തെങ്കിലും ഒരു അനുഭവം? ആരെങ്കിലും പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഷെയർ. സിന്ധു പറഞ്ഞല്ലോ, ഞാൻ വീഴുമോ എന്നുള്ള ഒരു ഭയം. വീണ് കഴിഞ്ഞപ്പോ ഭയം തീർന്നു. കണ്ടോ? അപ്പൊ ആ ഭയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതവിടെ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. മറിച്ച് എനിക്ക് അവിടെ എത്തണം എന്നുള്ളതാണ് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ വളരെ അങ്ങ് എളുപ്പത്തിൽ. അപ്പൊ ആ ഭയമാണ് പലയിടത്തും നമ്മൾക്ക് തോൽവിക്കും നമ്മളുടെ എല്ലാത്തിനും കാരണങ്ങൾ. ഇതൊക്കെ പ്രാക്ടീസിലൂടെ നടക്കുള്ളൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓരോ അവസരവും ഉപയോഗപ്പെടുത്തുക. താങ്ക് യു മാം. പിന്നെ ആർക്കെങ്കിലും എന്തോ പറയാൻ കുറെ നേരമായി ഒരുങ്ങി നിൽക്കുന്നു. സുലേഹ മാം.
മ്യൂട്ടാണ് മാം, അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് എന്ന് മാത്രമല്ല നമ്മള് കുറെ കാര്യങ്ങൾ, ഒരു സംഭവമല്ല, കുറെ കാര്യങ്ങൾ മനസ്സിലൂടെ പോയി. കാരണം നമ്മൾ ഈ കടലിന്റെ വക്കത്ത് നിൽക്കുന്നു, ആ ഒരു ഫീലിംഗ് ആണ്. കുറച്ച് തീരുമാനം എടുക്കണോ വേണ്ടയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. എന്നാലും അതിലേക്ക് പോയാൽ ശരിയാവോ? അപ്പൊ ശരിക്കും മാമിന്റെ ക്ലാസ് കുറെ കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു. താങ്ക് യു സുലേഹ മാം. ഗുഡ് മോർണിംഗ്. ഹലോ, പറഞ്ഞോളൂ. ഷാജിൻ സർ. ഓക്കെ. എല്ലാവരും, ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് ഈ സാഗരത്തിലേക്ക് കടക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഈ കല്ലും മുള്ളും പുഴയും നമ്മുടെ എല്ലാ കാടും ഒക്കെ കടന്ന് എത്താമെന്ന്. പക്ഷെ നമ്മുടെ ഈ മാജിക് മോൺ ടീമിലെ എല്ലാവരും അതിന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എല്ലാവരും അതിലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും അതിന് റെഡിയായി തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവർക്കും അത് സാധിക്കട്ടെ. താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജിൻ സർ. വാഹിദ മാം. ഗുഡ് മോർണിംഗ്. മാമിന്റെ ക്ലാസ്, ഒരുപാട് ക്ലാസ്സുകൾ മാമിൻ്റെത് കേട്ടിട്ടുണ്ട്. അത് മാമിന്റെ ക്ലാസ്സുകൾ എനിക്ക് പല സന്ദർഭങ്ങളിലും ഞാൻ അത് എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാമ് പറഞ്ഞു തന്ന അതേ ഫീലുകൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം മാം പറഞ്ഞത്, എനിക്ക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇയർഫോൺ നഷ്ടപ്പെട്ടപ്പോ ഞാൻ മാം പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോ എനിക്കതൊരിക്കലും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയില്ല. മറ്റൊരാൾക്ക് ഞാനത് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കൽ. ആ ഒരു ക്ലാസ് എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ട്. എന്ത് സാധനം നഷ്ടപ്പെടുമ്പോ ഞാനത് നഷ്ടപ്പെട്ട ഒരു വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറില്ല. അത് ദൈവം മറ്റൊരാൾക്ക് കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചതുപോലെയായിട്ടാണ് എനിക്ക് തോന്നാറ്. അതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ മാമ് പറഞ്ഞത് എന്നും മനസ്സിലുണ്ട്. അതേപോലെ ഇതുവരെ ഞാനൊരു പുഴയായിരുന്നു എന്നുള്ളത് എനിക്കൊരു തിരിച്ചറിവാണ്. ഞാൻ ഇനിയൊരു കടലായിട്ട് മാറണം. അപ്പൊ ആ കടലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതിസന്ധികളുണ്ട്. അതേപോലെ നമ്മൾ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുള്ളതും ഒക്കെ നമുക്കൊരു കടലായി മാറുമ്പോൾ സാധിക്കും എന്നുള്ള കാര്യം ഒരു വലിയൊരു തിരിച്ചറിവാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഏതായാലും ഒരു കടലിന്റെ ഒരു ദൗത്യം തന്നെ ഞാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാമിന്റെ ക്ലാസ്സുകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. താങ്ക് യു മാം. ഇതുപോലെ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ല ക്ലാസ്സുകൾ എടുക്കാൻ മാമിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു വാഹിദ മാം. താങ്ക് യു സോ മച്ച്. മേഘ മാം. ഹായ് മാം. ഇന്നലെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ ഞാൻ ലേറ്റായി, ഒരു 1:30 മണി കഴിഞ്ഞു വന്ന് കിടന്നപ്പോ. വീട്ടിലെ കുടുംബത്തിന്റെ ആയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോ എനിക്ക് എണീക്കാൻ വയ്യ, കണ്ണിങ്ങനെ തൂങ്ങുന്നു. പക്ഷെ എന്തോ ഞാൻ ആ സമയം എണീറ്റു. ഒരുപക്ഷെ ഈശ്വരന്റെ അനുഗ്രഹം അമ്മയെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കടലിലെത്തും മുമ്പേ പറ്റിപ്പോകുന്ന ചിലവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടെ ആണെങ്കിലും നമുക്ക് അവിടെ എത്തില്ല. അതിനു മുമ്പേ നമ്മളങ്ങ് പറ്റിപ്പോകുന്നതാ. എപ്പോഴും ഇതിൽ വന്നതിൽ പിന്നെ ഞാൻ ഓർക്കാറുള്ളത്, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടക്കാതെ വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാറില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതും. ഒരുപാട് താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഇന്ന് ദൈവത്തോട് നന്നായിട്ട് നന്ദി പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. എല്ലാം പ്രാവശ്യം പോലെ നമ്മുടെ ഒരുപാട് മനസ്സിന് ഒരു മോട്ടിവേഷൻ കിട്ടും. മാമിന്റെ ക്ലാസ് ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കിത് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് വലിയ നഷ്ടമായിരുന്നു എന്ന്. അതെ, കടലിലോട്ട് ഇറങ്ങണം. അതൊരാഗ്രഹം മാത്രമാവോ അത് സാധിക്കുമെന്ന് അറിയില്ല. താങ്ക് യു മാം വെരി മച്ച്. കടലിലോട്ട് ഇറങ്ങി കടലായി മാറുക. നമുക്ക് എല്ലാവർക്കും സാധിക്കും. താങ്ക് യു മേഘ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരാം. എനിബഡി? എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് പേര് ഫീഡ്ബാക്ക് ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത്രയും ആളുകൾ മുന്നോട്ട് വന്നിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇന്ന് നല്ലൊരു ഫീഡ്ബാക്ക്, ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പുതുതായിട്ട് ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തവരുണ്ടോ? പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും?
എല്ലാവരുടെയും വീഡിയോ ഓഫ് ആയതുകൊണ്ട് ആരെയും എന്താണ് എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല എനിക്ക്. മോളെ സിനുവിനൊന്ന് വിളിച്ച. സിനു ഓക്കെ, സിനു മാം. ജസ്റ്റ് അത് പരിചയപ്പെട്ടാ മതി. സിനു ഒരു സിനു മാം കേൾക്കാവോ? സിനു ഷൈനിങ് സ്റ്റാർസ്. സിനു, ഓക്കെ. സിനു മാം, ഒരൊക്കെ മറ നീക്കി ഇങ്ങോട്ട് പോണം. ഓക്കെ ഓക്കെ. ലീഡേഴ്സ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അവര് മാക്സിമം ഈ ഒരു കമ്മ്യൂണിറ്റി ജസ്റ്റ് ഇൻട്രഡക്ഷൻ പറയാനെങ്കിൽ അവരോട് പറയാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരോടൊന്ന് ഇൻട്രഡക്ഷൻ പറയാം. അപ്പം സിനു മാം കേൾക്കുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഹലോ, മാം. പുതിയ ആൾക്കാർക്ക് ഫീഡ്ബാക്ക് പറയാൻ തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ടൈം എങ്ങനെ പറയാന്നുള്ളൊരു ഭയം അതെനിക്കും ഉണ്ടായിട്ടുണ്ട് മാജിക് വന്ന സമയത്ത്. പിന്നെ ഞാൻ ഫീഡ്ബാക്ക് തുടർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവീണ മാമിന്റെ ക്ലാസ്സിൽ ഫീഡ്ബാക്ക് പറഞ്ഞേ മതിയാവുന്ന, പക്ഷെ അത്രയും പറയാനുണ്ടാവും പ്രവീണ മാമിന്റെ ക്ലാസ്സിൽ. പുതിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറയാം, പക്ഷെ അവർക്കൊരു ഭയമാണ്. അതൊരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയാം. പ്രവീൺ മാമിന്റെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും പറയാനും പറ്റും. നമുക്ക് ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. അതാണ് പ്രവീണ മാമിന്റെ ക്ലാസ്സിൽ കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു നസീറ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ദെൻ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രീ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്, ഒരു 7 ഡേയ്സിന്റെ വർക്ക്ഷോപ്പാണ്. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, ദെൻ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? പ്രവീണ മാം എന്താ പറയുന്നു? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. അപ്പം ഈ ഒരു സെക്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.